ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് കേട്ടോ, കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ എന്നെ തീരെ പ്രതീക്ഷിക്കണില്ല കേട്ടോ. കാരണം ഈ തുടക്കലും അടിക്കലൊക്കെ എൻ്റെ പണിയാണല്ലോ. അപ്പോൾ ഉമ്മ നേരത്തെ തന്നെ സിറ്റോടൊക്കെ തുടച്ചിക്കണു. കാരണം കുട്ടികൾക്ക് സ്കൂളില്ലെങ്കിൽ ഇന്നൊരു 10 മണിയായിട്ട് പ്രതീക്ഷിച്ചാൽ മതി എന്ന് ഉമ്മാക്ക് അറിയാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ഇന്നലത്തെ നല്ല ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു, നല്ല ദോശ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മ സിറ്റോടൊക്കെ തുടച്ച് ക്ലീൻ ആക്കിക്കുന്നു കേട്ടോ. പിന്നെ ഉമ്മ തുടക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ മക്കളെ ഇടയിൽ തുടച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടക്കണത്. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല കേട്ടോ. കാരണം ഉമ്മാക്കൊരു ടൈം ആയാലും ഉമ്മ ചെയ്യും. പിന്നെ ഇത് 3-4 ദിവസമായിട്ട് അവിടെ കിടക്കുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വിചാരം ഇത് ഉണങ്ങിയിട്ടില്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ കയ്യിലുള്ള ചെയ്ത് ഇന്നലെ രാത്രി കേട്ടതാ കേട്ടോ. ഈ ഡ്രസ്സ് എപ്പോൾ കൊടുന്ന് വെച്ചതാണ്, ഇത് മടക്കി വെച്ചിട്ടും ഇല്ലാത്ത ഇത് നമ്മളെ ഉമ്മമാരെ സ്ഥിരം ഡയലോഗ് ആൾക്കാരും എന്താ അറിയുക, എന്തിനാ അറിയാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ശരിക്കും നമ്മളെ കഴിവ് അറിയണമെങ്കിൽ നമ്മളെ കെട്ടിച്ചോടത്ത് പോയിട്ട് അവിടെ ഉമ്മ നമ്മൾ ചെയ്യണ കാണണം. അപ്പോൾ നമ്മ വിചാരിക്കുക എന്താണ്, ഇവൾക്ക് ഇത്രയും പണികളൊക്കെ അറിയാം, ഇവൾ ഇതൊക്കെ ചെയ്യണ എങ്ങനെയെന്ന് ഉമ്മ ശരിക്കും നമ്മൾ ഓരോ ഉമ്മമാരും കാണണം. കാരണം നമ്മളെ വീട്ടിൽ വന്ന് നമ്മൾ സ്ഥിരം മടിച്ചികളാക്കാറ്, എണീക്കാൻ മടി, ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാക്കാരം. പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ കെട്ടിച്ച വീട്ടിൽ പരമാവധി ഒരു 50% ഉണ്ടാവില്ല. നമ്മൾ ഇന്നലെ മടക്കി വെക്കേണ്ട തുണികളപ്പോൾ ഇന്ന് 10 മണിയൊക്കെ ആയിട്ട് നമ്മൾ മടക്കി സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ഒന്ന് അങ്ങോട്ട് മറിച്ചപ്പോൾ അത് നേരായില്ല. പിന്നെ രണ്ടാമത് മറിച്ച് ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടോ. ആ റൂമിൽ അങ്ങനെ ആരും അധികം കിടക്കലില്ല. അപ്പോൾ ആ ഒരു ബെഡ്ഷീറ്റ് തന്നെ ഏൽക്കാറുണ്ട് അധികം. പിന്നെ ഉമ്മ തിരുമ്പിയിട്ട് വേറെ യൂസ് ആക്കലുണ്ട്. പിന്നെ ഞങ്ങൾ കിടക്കണ ഈ റൂമിലാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റ് വേറെ പുതിയ പുതിയ ഐറ്റം ബെഡ്ഷീറ്റൊക്കെ ഉമ്മ അവിടെയാണ് ഇടല് കേട്ടോ. പിന്നെ ഷേജു ബേബി ഭയങ്കര ഒരു സാഡാണ് കേട്ടോ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ നല്ല കളിയായിരുന്നു ഓന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പിടിച്ചു കൊടുന്ന വിഷമത്തിലാണ് കേട്ടോ ബെഡ് കടന്നിട്ട് കരയണത്. പിന്നെ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാനിവിടെ നിർത്തിയാൽ ആൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കാക്കാരം. കാരണം അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ കളിക്കണ കണ്ടിട്ട് ഓനിക്ക് അങ്ങോട്ട് പോവായിട്ട് യാതൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ഒരുവിധം പിടിച്ചു കൊടുന്നതാണ്. പിന്നെ എന്നെ കണ്ണ് തെറ്റിയാൽ വാതിലങ്ങനെ മെല്ലെ നൈസായിട്ട് മുങ്ങും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ വാഷ് ബേസും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാക്കിയിട്ടോ. മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് അധികം പണിയാക്കാരം. ഇല്ലെങ്കിൽ പിന്നെ സ്കൂൾക്കോട് പറഞ്ഞയച്ചാൽ വൈകുന്നേരം വരുമ്പോൾ ഓലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇത് നമ്മൾ 4 നേരം ഫുഡ് കൊടുക്കുകയും ചെയ്യണം, എല്ലാ കാര്യങ്ങളും നോക്കണം. ഭയങ്കര റിസ്ക് തന്നെയാണ് കേട്ടോ. സ്കൂളില്ലാതെ നമ്മൾ വീട്ടിലിരുത്തിയാൽ ഭയങ്കര ഇടങ്ങേറ് തന്നെയാണ്. ഉമ്മ പറയും ആരെയും ഈ സ്കൂൾക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക അവധി പ്രഖ്യാപിച്ചതെന്ന് കേട്ടോ. ഇപ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഉമ്മ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആരെ ശനിയും ഞായറും പാടടക്കം സ്കൂൾ ഉണ്ടാക്കി തരണമെന്ന് കേട്ടോ. ഇപ്പം ഞാൻ നമ്മളെ മക്കളോട് ഇങ്ങനെ നമ്മളെ മക്കളും ഇതേപോലെ ചെയ്യുമ്പോൾ ശനിയും ഞായറും നിങ്ങൾക്ക് സ്കൂൾ വേണമെന്നൊക്കെ പറയട്ടോ. അപ്പം അന്ന് ഉമ്മ പറഞ്ഞതിൻ്റെ ആ ഒരു യുക്തി നമുക്ക് ഇപ്പോഴാട്ടോ മനസ്സിലാവണത്. കാരണം പിള്ളേരെ നോക്കാൻ ഭയങ്കര പണി തന്നെയാണ്, നല്ല ഇടങ്ങേറ് പിടിച്ച പണി തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബേബിനെ ഒന്ന് ഉറക്കാണ് കേട്ടോ. ഉറക്കിയിട്ടില്ലെങ്കിൽ ഒരു മിനിറ്റ് അവിടെ എനിക്ക് കിടക്കാൻ തൊഴിലുണ്ടാവില്ല. ഫോണുമ്മേയും കളിച്ചിട്ട് ആകെ കച്ചറക്കാരാ. അപ്പം ഇന്ന് എന്തായാലും ഞാൻ ഓനെ ഉറക്കിയിട്ടോ. ഓനെ ഉറക്കി ഷേസു ബേബിനെ ഉറക്കി അവന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഈവനിങ് കുറച്ച് മുട്ടൊക്കെ പീങ്ങാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് പീങ്ങിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഷേസു ബേബിക്ക് ഒരെണ്ണം ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് മുട്ട നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മുട്ട ഭയങ്കര വലിയൊരു താല്പര്യമല്ല. ആദ്യം എന്ത് സാധനം ഇഷ്ടമുണ്ടെങ്കിൽ അത് വാരി വലിച്ച് കഴിക്കും കേട്ടോ. ഇപ്പം ഞാൻ കഴിക്കുമ്പോൾ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചോല് കൊടുത്തിട്ട് ഭയങ്കര കളിയാട്ടോ. മറ്റേ കുന്തത്തിലിരുന്ന് പോണ പോലെ ഭയങ്കര എന്താ പറയുക കളിക്കലാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഉഡായിപ്പ് കളിയിലൊക്കെയാണ് കേട്ടോ ആൾ ഏർപ്പെടൽ മിക്കവാറും. വെള്ളത്തിൽ അതുപോലെ ചോല് ഇങ്ങനത്തെ ഒക്കെ ഓരോന്നെടുത്തിട്ട് നല്ല പണി ഉണ്ടാക്കി തരും, നല്ല കളിയാക്കാറ് കേട്ടോ. പിന്നെ ഞാനിതാ കൊടുന്ന് വെച്ചിട്ട്
ഫുഡ് ഇങ്ങനെ കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ. ഫോൺ അവിടെ കണ്ടാൽ ഇപ്പോൾ ആൾക്കറിയാം എന്താ പറയുക വീഡിയോ എടുക്കാനെന്നൊക്കെ പറയും അറിയാം. അപ്പോൾ ആള് ഒരു പ്രത്യേക ഒരു സ്നേഹത്തിലാക്കാരം. പിന്നെ കെട്ടിപ്പിടിക്കുക ഉമ്മ തരുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. അവിടെ ഫോണ് കാണാണ്ടല്ലോ. അപ്പോൾ ഓനായിട്ട് തന്നെ ഓനിക്ക് ഇപ്പം ഇങ്ങനെ എപ്പോഴും ഫോൺ ഞാനിങ്ങനെ എവിടേക്ക് പോകുമ്പോഴും ഫോണിൻ്റെ പിന്നാലെ ഉണ്ടാവും ട്ടോ. ഓനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും എന്താ പറയുക അതിൽ വീഡിയോ എടുക്കാനാണെന്ന് ട്ടോ. പിന്നെ ആ അടുത്ത വീഡിയോ കാണലുണ്ട്. അപ്പോൾ ഓനെ കാണുമ്പോൾ ഓനതാ ബേബി ബേബി എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ആൾക്ക് കുറേയൊക്കെ മനസ്സിലായിക്കോളും. പിന്നെ വൈകുന്നേരം നമ്മൾ പാല് വാങ്ങാൻ പോകുമ്പോൾ അതാ എല്ലാവരും മുറ്റത്ത് നിരന്ന് കളിക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുട്ട കൊടുത്തു. അപ്പോൾ മുട്ട കൊടുത്തോന്ന് ഫില്ലാവൂല കേട്ടോ. ഈ കൊടുത്തതൊന്നും മേത്തേക്ക് പിടിക്കൂല. കാരണം ഒരു മിനിറ്റ് ഒതുങ്ങിയിരിക്കാത്ത കളിയാക്കാറ്. ഒരു മിനിറ്റ് ഒതുങ്ങിയിരിക്കൂല എവിടെയും. പിന്നെ നമ്മൾ കഴിക്കണ ഭക്ഷണം എങ്ങനെ മേത്ത് പിടിക്കുക. അങ്ങനെ കുറച്ച് അമൃതം കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കാണ്. പിന്നെ ചായ കട്ടൻ ചായ ഇട്ട് അപ്പോൾ കുറച്ച് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഉമ്മ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ കട്ടൻ ചായ കുറച്ച് ചൂടാക്കാനുണ്ട്. പിന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മധുരം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. അങ്ങനെ മധുരമൊക്കെ കുറച്ചിട്ട് ഇളക്കിയിട്ട് എന്താ പറയുക കട്ടൻ ചായ ചൂടോടെ കുടിക്കാം കേട്ടോ. ഈ കട്ടൻ ചായയും വേറൊരു ടേസ്റ്റാണ്, പാൽ ചായയും വേറൊരു ടേസ്റ്റാണ് കേട്ടോ. രണ്ടും അടിപൊളിയാണ്. പക്ഷെ നിർത്താനൊന്നും എന്നെക്കൊണ്ട് എന്താ പറയുക നമ്മൾ സ്വീറ്റ്സും മധുരങ്ങളൊക്കെ ഒഴിവാക്കാമെന്ന് കരുതും. പക്ഷെ എന്താ നിർത്താൻ പറ്റണില്ല കേട്ടോ. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ 2 ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. എന്തൊരു സാധനം നമ്മൾ പിറ്റേ ദിവസത്തേക്ക് കഴിക്കുമ്പോഴാട്ടോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇന്നലെ കഴിച്ചതിനേക്കാൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇന്ന്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് ചെയ്തു ബേബിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ വെച്ച പാത്രങ്ങളൊക്കെ അവിടെ അലമ്പായി കിടക്കണ കണ്ടാൽ ഉമ്മാൻ്റെ അടുത്തുനിന്ന് ഞാൻ പറയലില്ലേ ഉമ്മാൻ്റെ അടുത്ത് നല്ല ചീത്തയാകും. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അടുക്കളത്തെ ഡ്യൂട്ടി ഒന്നും അറിയണ്ട കേട്ടോ. പക്ഷെ വൈകുന്നേരം നമ്മൾ അടുക്കള മൊത്തം സീനാക്കി ഇട്ടാൽ ഉമ്മാൻ്റെ വായി നല്ല ചീത്തയാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് കഴുകിയിട്ടൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാക്കാരം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഉറപ്പായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.